മനോരമയുടെ സ്റ്റാഫ് റിപ്പോർട്ടറായ അലീനയുടെ കല്യാണത്തിൽ പീഡനക്കേസ് പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തു. കേരളത്തിൽ വിവാദമാകണ്ടേ? പക്ഷേ വിവാദമല്ല. ഈ അമ്മാവൻ അടുപ്പിലാകാമെന്ന് പറഞ്ഞതുപോലെ മനോരമയിലെ അലീനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ഷണിച്ച് സ്വന്തം കല്യാണത്തിൽ പങ്കെടുപ്പിക്കാം. പക്ഷേ മ്യൂസിയം സ്റ്റേഷനിൽ മുന്നിലെ ഊഞ്ഞാലാട്ടം വിവാദമാക്കുന്ന മനോരമയ്ക്ക് സ്വന്തം സ്ഥാപനത്തിലെ വനിതാ റിപ്പോർട്ടറുടെ കല്യാണത്തിന് 3 പീഡനക്കേസിലെ പ്രതി എന്തിനു പങ്കെടുത്തു എന്ന ചോദ്യം മറച്ചുവെക്കുന്നതും അല്ലെങ്കിൽ ചോദിക്കാതിരിക്കുന്നതും എന്ത് തരം മാധ്യമ പ്രവർത്തനമാണ്? ദൃശ്യം ദേ പുറത്തു വന്നിട്ടുണ്ട്. മനോരമയുടെ സ്റ്റാഫ് റിപ്പോർട്ടറായിട്ടുള്ള അലീനയുടെ വിവാഹം നടന്നത് യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടാണ്. എന്തുകൊണ്ടാണ് മനോരമ കോൺഗ്രസുകാർക്കും യൂത്ത് കോൺഗ്രസുകാർക്കും അനുകൂലമായിട്ട് വാർത്ത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ, മനോരമ കുടുംബത്തിനകത്തുള്ളവരെ വിവാഹം കഴിക്കുന്നത് വരെ യൂത്തന്മാരും കോൺഗ്രസുകാരുമാണ്. അങ്ങനെയുള്ള വിവാഹത്തിന് രാഹുൽ മാങ്കൂട്ടം കൂടി പങ്കെടുക്കുമ്പോൾ ഇന്നലകളിൽ ഏത് വിഷയത്തിലും വിവാദം കത്തിക്കുന്ന മനോരമ സ്വന്തം സ്റ്റാഫ് റിപ്പോർട്ടറുടെ കല്യാണത്തിന് 3 പീഡനക്കേസിലെ പ്രതിയായിട്ടുള്ള വ്യക്തിയെ ക്ഷണിച്ചു വരുത്തി ഫോട്ടോഷൂട്ട് നടത്തി പുറത്തേക്ക് വിടുമ്പോൾ ചോദ്യം ചെയ്യണ്ടേ? നാട്ടുകാരെ അറിയിക്കണ്ടേ? മനോരമയ്ക്ക് എന്തും ആകാം, മനോരമയിൽ ഉള്ളവർക്കും എന്തുമാകാം. പക്ഷെ ഈ നാട്ടിലുള്ള ബാക്കി ആരെങ്കിലും ഏതെങ്കിലും പ്രവർത്തനം ചെയ്താൽ അതിനെ വിവാദമാക്കുന്ന മനോരമ വെച്ച് നടത്തുന്ന ചില കലാപരിപാടികളാണ് ഇതിലൂടെ നാട്ടുകാർ കാണേണ്ടത്. വിവാഹമൊക്കെ വ്യക്തിയുടെ സ്വകാര്യതയാണ്. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളുടെ വിവാഹത്തിൽ വരെ മനോരമ വിവാദം കണ്ടെത്തുമ്പോൾ സ്വന്തം സ്റ്റാഫ് റിപ്പോർട്ടറായിട്ടുള്ള അലീനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇത്തരം വ്യക്തികൾ എന്തുകൊണ്ട് പങ്കെടുക്കുന്നു എന്ന ചോദ്യം മനോരമ ഉന്നയിക്കുന്നില്ലെങ്കിൽ മനോരമ നടത്തുന്നത് ഇരട്ടത്താപ്പാണ്. മനോരമ ഈ നാട്ടിലെ പലരുടെയും സ്വകാര്യ ജീവിതത്തിൽ കയറി ഓഡിറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വന്തം സ്റ്റാഫിന്റെ സ്വകാര്യ ജീവിതത്തിൽ കൂടി അത്തരം ഓഡിറ്റുകൾ നടത്തണമെന്ന് ആവശ്യപ്പെടേണ്ടതുണ്ട്. ഇത് അലീന എന്ന മനോരമയുടെ സ്റ്റാഫ് റിപ്പോർട്ടറോടുള്ള എന്തെങ്കിലും വിരോധം കൊണ്ടല്ല. പക്ഷേ ഇന്നലകളിൽ ഇവർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല വാർത്തകളും ആ രീതിയിലാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ തിരുത്തൽ നടത്തേണ്ടതുണ്ടെന്നുകൂടി മനോരമയിലെ സ്റ്റാഫ് അംഗങ്ങൾ ചിന്തിക്കണം. വിവാഹമൊക്കെ സ്വകാര്യ കാര്യമാണ്. ആരെ വേണമോ വിവാഹം കഴിക്കാം, ആരെ വേണമോ അവിടെ ക്ഷണിക്കാം, വ്യക്തി താല്പര്യമാണ്. പക്ഷെ ഞങ്ങൾക്കാകാം, മറ്റുള്ളവർക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കണ്ട കണ്ണിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതൊരു സാമൂഹ്യ വിമർശനമായി തന്നെ കാണേണ്ടതുള്ളൂ.